ഖതബ ഇലൈഹി റജുലുൻ ഇബ്നതഹു, ഹസൻ ബസീർ റഹിമഹുള്ളയുടെ മകളെ ഒരിക്കൽ ഒരു വ്യക്തി വിവാഹം അന്വേഷിച്ചു. വബദല ലഹാ 100,000 ദിർഹമിൻ, ആ വ്യക്തി മഹറായിട്ട് നൽകാമെന്ന് പറഞ്ഞത് 1,00,000 ദിർഹമാണ്. 1,00,000 ദിർഹം നൽകാമെന്ന് പറഞ്ഞു. ഫഖാലത് ഉമ്മുഹ, ഹസൻ ബസീറുടെ പത്നി, കുട്ടിയുടെ ഉമ്മ പറഞ്ഞു, സവ്വിജ്ഹു, അയാൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക. ഫഖദ് അർഗബഹ ഫി സദാഖ, അദ്ദേഹത്തിന് നമ്മുടെ മകളുമായിട്ടുള്ള വിവാഹ ജീവിതത്തിന്റെ അതിയായ ആഗ്രഹമുണ്ട്. വബദല ലഹാ മാ തറ, അദ്ദേഹം ഇതാ വലിയൊരു സംഖ്യ നൽകാമെന്നും മഹറായി നൽകാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഫഖാൽ ഹസൻ, ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇന്ന റജുലൻ ബദല ഫി സദാഖി ഇംറഅത്തിൻ 100,000 ലജാഹിലുൻ മഗ്റൂറുൻ, ഒരു സ്ത്രീയുടെ ഒപ്പം ജീവിക്കാൻ വേണ്ടി 1,00,000 ദിനാർ കൊടുക്കാന്ന് പറയുന്ന ഒരു വ്യക്തി, അവൻ ജാഹിലാണ്, അവൻ വഞ്ചിക്കപ്പെട്ടവനാണ്, അവൻ ഗുറൂറിൽ അകപ്പെട്ടവനാണ്. യജിബു അല്ലാ യുർഗബ ഫീ മുനാകഹതിഹി, അവന് വിവാഹം ചെയ്തു കൊടുക്കരുത് എന്നുള്ളത്, അതിനുവേണ്ടി മുന്നിടരുത് എന്നുള്ളത് നിർബന്ധമാണ്. ഇത് ഈ വാചകത്തിന് രണ്ടർത്ഥത്തിൽ പറയാം. ഒന്ന്, ഇത്രയധികം നൽകുന്നവൻ വിഡ്ഢിയാണെന്ന് പറയാം, അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് മകളെ കെട്ടിച്ചു കൊടുക്കുന്നവൻ വിഡ്ഢിയാണ് എന്നും പറയാം. രണ്ടർത്ഥത്തിൽ അത് ഉപയോഗിക്കാം. അപ്പൊ എന്നിട്ട് പറയാണ്, അദ്ദേഹത്തിന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ പാടില്ല. വലാ യുഹ്റസ് അലാ മുസാഹറത്തി, അതിനുവേണ്ടി തയ്യാറാവരുത്. വതർക തസ്വീജഹു, അത് ഒഴിവാക്കി. വസവ്വജഹാ മിൻ റജുലിൻ സാലിഹ്, അങ്ങനെ സാലിഹായ ഒരു വ്യക്തിക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. ഇത് മുൻഗാമികൾ ഇന്ന് കാലത്തും നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വിവാഹം കഴിപ്പിച്ചു കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ പെൺമക്കളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുമ്പോൾ നാം പരിഗണിക്കേണ്ട ഒന്നാമത്തെ കാര്യം അവന്റെ ദീന സ്വഭാവമായിരിക്കണം. പല ആളുകളും ദീനുള്ളവർ തന്നെ, ദീനിനെ മുൻഗണനയോട് കൂടി കാണുന്ന ആളുകൾ തന്നെ ഒന്ന് ബേജാറായി പോകും. മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുമ്പോ പിന്നെ അത് നോക്കണ്ട എന്നല്ല, പക്ഷെ എന്നാലും ദീനുള്ളതിൽ ഒരു വില കൊടുക്കാത്തൊരവസ്ഥ പലപ്പോഴും കാണാറുണ്ട്. സഹോദരങ്ങളെ, അങ്ങനെ ചെയ്തവർക്കെല്ലാം അപകടം പറ്റിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. ദീനുകൊണ്ട് മാത്രമാണ് നല്ലൊരു ജീവിതം നമ്മുടെ പെൺമക്കൾക്ക് കെട്ടിച്ചു കൊടുക്കുമ്പോൾ അവരുടെ പരലോകത്തിന് ഉപകരിക്കുന്നത് അവന്റെ ദീന് കൊണ്ടും സ്വഭാവം കൊണ്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മകളെ കല്യാണം കഴിപ്പിച്ചത് ആലോചിച്ചാൽ മതി. അലി റളിയല്ലാഹു അൻഹു സ്വന്തമായിട്ടൊരു വീടുണ്ടായിരുന്നില്ല. അൻസാരിയുടെ തോട്ടം നനക്കുന്ന ജോലിയായിട്ട് ചെയ്തിരുന്ന അലി റളിയല്ലാഹു അൻഹു വിവാഹം അന്വേഷിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ തയ്യാറാവുകയാണ്. അതുപോലെ മുൻഗാമികൾ സലഫുകളിൽ പലരുടെയും അവർ അവരുടെ മക്കളെ വിവാഹം കഴിപ്പിച്ചു കൊടുത്ത പെൺമക്കളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുമ്പോൾ ദീനും സ്വഭാവവുമാണ് ആദ്യമായി പരിഗണിച്ചിട്ടുള്ളത്. മറ്റൊരു സംഭവം കാണാം. ഷാവറഹു റജുലുൻ, ഒരു വ്യക്തി ഹസൻ ബസീർ റഹിമഹുല്ലാഹുമായിട്ട് ഒരു കാര്യം കൂടി ആലോചിക്കുകയാണ്. വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫഖാല യാ അബാ സഈദ്, അബൂ സഈദ്, ലീ ഇബ്നത്തുൻ ഉഹിബ്ബുഹാ, എനിക്കൊരു മകളുണ്ട്, അവളെ എനിക്ക് നല്ല ഇഷ്ടമാണ്. വഖദ് ഖതബഹാ റിജാലുൻ മിൻ അഹ്ലി ദുനിയ, ദുനിയാവിന്റെ ആളുകളിൽപ്പെട്ട ഒരു വ്യക്തി അവളെ വിവാഹം അന്വേഷിച്ചിട്ടുണ്ട്. അഥവാ നല്ല സമ്പത്തും ദുനിയാവിന്റെ നല്ല സൗകര്യങ്ങളുള്ള ഒരു വ്യക്തി അവളെ വിവാഹം അന്വേഷിച്ചിട്ടുണ്ട്. ഫമൻ തറാലി അൻ ഉസവ്വിജഹ, ഞാൻ ആരെയാണ് അവൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കേണ്ടത്, ഞാൻ ആർക്കാണ് വിവാഹം കഴിപ്പിച്ചത്, നിങ്ങളുടെ അഭിപ്രായം എന്താ ചോദിച്ചു. ഫഖാല, അപ്പൊ ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, സവ്വിജ്ഹാ മിൻ തഖിയ്യിൻ, തഖ്വയുള്ള ഒരാൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക. ഇൻ അഹബ്ബഹ അക്രമഹ, അവളെ അവൻ ഇഷ്ടമായി കഴിഞ്ഞാൽ അവളെ അവൻ ആദരിക്കും. വൈൻ അബ്ഗളഹ, ഇനി അവളോട് ഇഷ്ടക്കേടാണ് ഉണ്ടായതെങ്കിൽ ലം യുദ്ലിംഹ, അവളെ അവൻ ഉപദ്രവിക്കൂല. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓരോ ഭർത്താവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഓരോ സ്ത്രീകളുടെ പെൺകുട്ടികളുടെ പിതാവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒന്ന്, പെൺമക്കളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുമ്പോൾ തഖ്വയുള്ള ഒരാൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക. നമുക്ക് ബാഹ്യമായി കാണുന്ന രീതിയിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന തഖ്വയുണ്ട് എന്ന് തോന്നുന്ന ഒരാൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക. രണ്ട്, കല്യാണം കഴിക്കുന്ന തഖ്വയുള്ള ഒരു പുരുഷന്റെ സ്വഭാവം ഇതിൽ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഇൻ അഹബ്ബഹ അക്രമഹ, അവളെ അവൻ ഇഷ്ടപ്പെട്ടാൽ അവളെ ഏറ്റവും നല്ല രീതിയിൽ ആദരിച്ച് ഏറ്റവും നല്ല രീതിയിൽ അവളെ നോക്കും. വൈന ബഗളഹ, എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടെങ്കിൽ ലം യുദ്ലിംഹ, അവളോട് ദുൽമ് ചെയ്യില്ല, അവളെ ഉപദ്രവിക്കുന്ന, അവളെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല. നല്ല രീതിയിൽ തൊലാഖ് ചെയ്യാം, നല്ല രീതിയിൽ മത്താഅ് നൽകി നല്ല രീതിയിൽ വിവാഹമോചനം ചെയ്യാൻ ഇസ്ലാമിൽ അനുവാദമുണ്ട്. അപ്പൊ നല്ലൊരു വ്യക്തി അങ്ങനെയാണ്. പല ആളുകളും നമുക്ക് കാണാം, അവർക്ക് ഇഷ്ടപ്പെടാത്ത സ്വഭാവമോ ഭാര്യയെ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ പല രീതിയിൽ ഉപദ്രവിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ തഖ്വയുള്ള ഒരുത്തൻ വിവാഹം കഴിപ്പിച്ചു കൊടുത്താൽ സഹോദരങ്ങളെ, നമുക്ക് മകളുടെ വിഷയത്തിൽ പേടിക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല. തഖ്വയുള്ള പുരുഷന്മാരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഉപ്പമാരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.